ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള ധൻഖറിന്റെ പടിയിറക്കം, അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്ത് എന്നതാണ് നമ്മൾ തേടുന്നത്. രാജഭക്തി കൂടി ഒടുക്കം ഉപരാഷ്ട്രപതിക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കാം. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള ജഗ്ദീപ് ധൻഖറിന്റെ രാജിയിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളും ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ് രാജിയിലേക്ക് നയിച്ച കാരണങ്ങൾ? ജഗ്ദീപ് ധൻഖറിനോട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഇത് സംബന്ധിച്ച് BJPക്ക് ആശയക്കുഴപ്പമുണ്ട്, കോൺഗ്രസിലും ആശയക്കുഴപ്പമുണ്ട്. ധൻഖറിന് പകരമാര്? ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ തുടർന്നു വരുന്നത്. അപ്രതീക്ഷിത രാജിക്ക് പിന്നിൽ എന്ത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. രാഷ്ട്രപതി മോഹമാണ് ധൻഖറിന്റെ വീഴ്ചയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം. ദേശീയ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആ വാർത്തകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാന കാരണം രാഷ്ട്രപതി മോഹം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറിച്ച് കുറ്റവിചാരണ ചെയ്യുന്നതിനുള്ള പ്രതിപക്ഷ നോട്ടീസ് സ്വീകരിച്ച് മുന്നോട്ടു പോകാനുള്ള ഉപരാഷ്ട്രപതിയുടെ തീരുമാനമാണ് സർക്കാരുമായുള്ള ഉടക്ക് ഇത്രയധികം രൂക്ഷമാകാനും രാജിയിലേക്ക് നയിക്കാനുമുള്ള ഏറ്റവും അവസാനത്തെയും പ്രധാനപ്പെട്ടയും കാരണം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ വിളിച്ച കേന്ദ്രമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി രാജിയിലേക്ക് ധൻഖർ നീങ്ങിയത്. രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും ധൻഖറിന് നിർദ്ദേശം ലഭിച്ചു എന്നതാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്രതീക്ഷിതമായി ആരെയും അറിയിക്കാതെ രാഷ്ട്രപതിയെ കണ്ട് രാജിവെക്കുന്നത്. നിലപാട് ധൻഖറിനോട് നിലപാടുകൾ പരിശോധിച്ചാൽ BJPക്ക് ധൻഖറിനോട് വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടാണുള്ളത്. രാഷ്ട്രീയമായി രാജി തിരിച്ചടിയാണെങ്കിലും വിട്ടുവീഴ്ച വേണ്ട എന്ന് BJP തീരുമാനിച്ചിരിക്കുന്നു. ധൻഖറിന് ഔദ്യോഗിക യാത്രയയപ്പ് നൽകുന്നതിന് പോലും BJP താൽപര്യപ്പെടുന്നില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ധൻഖറിനോട് അനുഭാവം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസും എത്തിയിരിക്കുന്നു. ധൻഖർ രാജി പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യവുമായി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം നടത്തിയ പരാമർശങ്ങളോട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ യോജിപ്പില്ല. ധൻഖറിന്റെ രാജിയിൽ ദുരൂഹതയുണ്ടെന്നും ഇതിൽ വ്യക്തത വേണമെന്നും ആവശ്യപ്പെടുക മാത്രമാണ് മല്ലികാർജുൻ ഖർഗെ ചെയ്തിരിക്കുന്നത്. അതേസമയം വിഷയം പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്നതാണ് BJPയുടെ രീതിയെന്നും ഭരണഘടനാ പദവിയിലേക്ക് BJP നടത്തുന്ന അമിത നിയന്ത്രണത്തിന്റെ തുടർച്ചയാണ് ധൻഖറിന്റെ രാജിയെന്നും ചില കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു. സഭയിലോ ഔദ്യോഗിക പ്രതികരണമായോ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കാത്തതിന് കാരണം, അത് ഏറ്റുപിടിച്ച് മുന്നോട്ട് പോകാത്തതിന് കാരണം ഒന്ന് രാഹുലിന്റെ അതൃപ്തിയാണ്. മാത്രവുമല്ല, വലിയ രാജഭക്തി കാണിച്ച ധൻഖറിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കേണ്ടുന്ന സാഹചര്യമില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയതാണ് ആ തീരുമാനത്തിന് കാരണം. അതേസമയം പ്രതിപക്ഷത്തു നിന്ന് കൂടിക്കാഴ്ചയ്ക്കായുള്ള ശ്രമങ്ങൾ ധൻഖറുമായി നടത്തിയിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാക്കളുടെ നീക്കത്തിന് ധൻഖർ അനുമതി നൽകിയിട്ടില്ല. ശിവസേന നേതാവ് സഞ്ജയ് റാവത്തിനോടും NCP നേതാവ് ശരത് പവാറിനോടും ധൻഖർ നോ പറയുകയാണ് ചെയ്തത്. അപ്പോൾ പ്രതിപക്ഷ നിരയിൽ BJPയുമായി അകന്ന് നിൽക്കുന്ന ധൻഖറിനെ ഒപ്പം നിർത്തണം എന്ന തരത്തിലുള്ള ചില ആലോചനകളുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിന് മുതിരുന്നില്ല. അവർ ഒരു തരത്തിലുള്ള ആശയവിനിമയമോ അല്ലെങ്കിൽ ധൻഖറിനെ ഏതെങ്കിലും തരത്തിൽ ഒരു വിക്ടിമായി ചിത്രീകരിക്കാനോ ഉള്ള ശ്രമത്തിന് കോൺഗ്രസ് ഇല്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ധൻഖറിന് പകരം ആരാണ്? എങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത്? ഉപരാഷ്ട്രപതിയായി മുതിർന്ന BJP നേതാവ് തന്നെ എത്തിയേക്കും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഘടകകക്ഷി നേതാക്കളുടെ പേരുകൾ സജീവ പരിഗണനയിലുണ്ടെന്ന സൂചനകൾക്കിടെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനം BJP തന്നെ നിലനിർത്തുമെന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. മുതിർന്ന BJP നേതാക്കളായ വസുന്ധര രാജെ സിന്ധ്യ, സ്ഥാനമൊഴിയുന്ന ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരാണ് പരിഗണനയിൽ ഉള്ളത്. ഘടകകക്ഷി നേതാക്കളുടെ ഏതാണ്ട് പ്രത്യേകിച്ച് JDUവിന്റെ കേന്ദ്രമന്ത്രിയും ബീഹാറിലെ പിന്നാക്ക വിഭാഗം നേതാവുമായ രാംനാഥ് ഠാക്കൂറിന്റെ ഒക്കെ പേര് സജീവമായി പരിഗണനയിലുണ്ട്. കാരണം ബീഹാർ ഇലക്ഷൻ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഉപരാഷ്ട്രപതി പദത്തിലേക്ക് നിശ്ചയിക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി യോജിച്ചു പോകുന്ന ആളായിരിക്കും
ഉപരാഷ്ട്രപതി എന്ന വാദത്തിൽ പക്ഷേ BJP-യിൽ പ്രാമുഖ്യമുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനം TDP ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ BJP നേതാവ് തന്നെ ഉപരാഷ്ട്രപതിയാകണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അതിൽ TDP വഴങ്ങാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന NDA യോഗത്തിൽ എന്തായാലും പേര് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നതാണ് വിവരം. ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്ന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ നടപടി തുടങ്ങിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ഏതാണ്ട് 324 വകുപ്പ് പ്രകാരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് നേരം വൈകുന്നേരത്തിലേക്ക് തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം.